ഈ ഇപ്പിക്ക് കുറച്ച് കഥകൾ പറയാനുണ്ട്. സോറി, ഇപ്പിയല്ല മാഗി. കാരണം പണ്ട് കടകളിൽ പോയിട്ട് ഏത് ബ്രാൻഡിന്റെ നൂഡിൽസ് ആണെങ്കിലും മാഗി ഉണ്ടോ എന്ന് ചോദിക്കും. ഇപ്പം നമ്മളെ റൂമില് ഇത് ബാൻഡാണ്. ഇതൊക്കെ കഴിച്ച വയറ് നാശാവെന്നാണ് കെട്ടിയോൻ പറഞ്ഞത്. പിന്നെ മെനഞ്ഞാന്ന് ഓനക്ക് എന്തോ ഒരു പൂതി വന്നിട്ട് മേടിച്ചുണ്ടാകുന്നതാ. ഞമ്മക്ക് കഥയിലോട്ട് കിടക്കാം. എനിക്കിത് കാണുമ്പോഴൊക്കെ എന്റെ അനിയനും അനിയത്തിനും ഓർമ്മ വരിക. പണ്ട് ഉപ്പാനോട് പൂതി പറയുമ്പോഴും ഉപ്പ ഒരു പാക്കറ്റ് കൊണ്ടുത്തരും. ഉപ്പയും പറയല് വയറിന് നല്ലതല്ലാന്ന്. കാരണം അന്ന് ഉപ്പാക്ക് ഒരെണ്ണം വാങ്ങിച്ചു തരാനുള്ള പൈസയേ ഉണ്ടാവുള്ളൂ. അന്ന് ഇതിനോട് വല്ലാത്ത കൊതിയായിരുന്നു. ഇത് ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി എനിക്കായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഉണ്ടാക്കി കഴിയുമ്പോൾ കുറെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പുരയിലുള്ള തക്കാളി, ഉള്ളിയും അങ്ങനത്തെ പച്ചക്കറികളൊക്കെ അതിലേക്ക് അരിഞ്ഞിടും. ഇത് ഉണ്ടാക്കുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? എങ്ങനെയൊക്കെ വിരിച്ചാലും ഞമ്മക്കിത് കൂടുതൽ എടുക്കാം. ഞാനിത് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അടി പിടിപ്പിക്കരുത്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അടി ഉറപ്പാ. ആ വീതം വെക്കുന്ന സമയത്ത് ഒരാൾക്ക് കൂടിപ്പോയി, ഒരാൾക്ക് കുറഞ്ഞുപോയി, അങ്ങനെയൊക്കെ 4ആയിട്ട് ഭാഗിക്കണത്. ഉമ്മാക്കും അനിയനും അനിയത്തിക്കും എനക്കും. പിന്നെ അത് കഴിച്ച് കഴിയുന്നവരെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും ഞങ്ങൾ 3 പേരും നാട്ടിൽ ഒരുമിച്ചുണ്ടായ എന്തായാലും ഈ ഒരു ഐറ്റം വാങ്ങിക്കും. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കുന്നതിനൊന്നും അന്നത്തെ അത്ര ടേസ്റ്റ് ഇല്ല. അത് നമ്മൾ തന്നെ ഇപ്പൊ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും എന്തോ ഒരു കുറവുണ്ട്. കുറവ് വേറെ ഒന്നുമല്ല, പണ്ട് 16 റുപ്യാന്റെ ഒരു പാക്കറ്റ് നമ്മൾ 4 ആളിരുന്ന് കഴിച്ചു. ഇന്നിപ്പോ മാഗി ഷെയർ ചെയ്യാൻ ആശ മാത്രം എന്റെ കൂടെ. നിങ്ങൾക്കും ഇപ്പി മേടിക്കുമ്പോൾ ഇതായിരിക്കില്ലേ ഫസ്റ്റ് ഓർമ്മയിൽ വരിക? അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറി ഉണ്ടെങ്കിൽ കമന്റിൽ പറയട്ടോ. അപ്പം നാളെ കാണാം. പിന്നെ ഇഷ്ടമായ ഫോളോയിലേക്ക് മറക്കല്ലേട്ടോ. ബൈ.